ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഗെറ്റ് റെഡി വിത്ത് മീ. വേറെ അങ്ങോട്ടുമല്ല, സ്കൂളിലേക്കാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് വരാം. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഇപ്പോഴത്തെ സ്കൂൾ യൂണിഫോം. അടുത്ത വർഷമേ നമുക്ക് പാൻറ്റും ഷർട്ടും കോട്ടും ഒക്കെ ഉള്ളൂ. അപ്പോൾ അതാ ഞാൻ സെൻറ്റ് പീറ്റേഴ്സിലാണ് കേട്ടോ പഠിക്കുന്നത്, കുറുമ്പനാടം. ബെൽറ്റൊക്കെ ഇട്ട് റെഡിയാക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഐ ഡി കാർഡ് ഇടുന്നുണ്ട്. ഐ ഡി കാർഡിൽ എനിക്ക് ഇഷ്ടമല്ലാത്തൊരു കാര്യം എന്താണെന്ന് എന്തുവാന്നോ, ഇതിലെ ഈ ഫോട്ടോ കണ്ടില്ലേ, വെള്ളപ്പാണ്ട് പിടിച്ച പോലെ അവർ എഡിറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് എൻ്റെ ഒരു ഫേസ്. നമുക്ക് ഹെയർ കെട്ടുന്ന എനിക്കൊരു വലിയ ചടങ്ങാണ് കേസ്. കാരണം എനിക്ക് കിട്ടിയാലും ഒട്ടും ഒക്കില്ല. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു, ചീവി ഒതുക്കിയിട്ട് വരാം എന്ന് ഞാൻ പറഞ്ഞിട്ട് ഞാൻ എണ്ണയൊക്കെ ചെയ്ത് എണ്ണയൊക്കെ ഞാൻ പറ്റോ, അല്ലാതെ എനിക്കിഷ്ടമല്ല കേസ്. എണ്ണയൊക്കെ വെച്ച് പരത്തി വെച്ച് കേസ്. അപ്പോൾ എനിക്കൊരു ഹെയർ സ്റ്റൈലുണ്ട് ഇപ്പം. ആ ഹെയർ സ്റ്റൈലാണ് ഞാൻ കെട്ടുന്നത്. ഇങ്ങനെ കുറച്ച് മുടിയെടുക്കുന്നുണ്ട്. ഇങ്ങനെ കുറച്ച് മുടിയെടുത്ത് പിടിക്കാം നമുക്ക്. ഇതുപോലെ തന്നെ നമുക്ക് അപ്പുറത്തും ചെയ്യണം കേസ്. അപ്പോഴാണ് ഒരു കാര്യം ഓർത്തത്, ബാംഗിൾസ് ഉള്ളവർ ഇങ്ങനെ കെട്ടി വെക്കണം കേസ്. എനിക്ക് ബാംഗിൾസ് ഉള്ളവർ ഞാൻ ഇങ്ങനെ കെട്ടി വെച്ചു. എന്നിട്ട് നമ്മൾ മുമ്പേ കെട്ടിയ പോലെ കെട്ടാം. അതിനുശേഷം സ്ലൈഡൊക്കെ എടുത്ത് നമുക്ക് നന്നായിട്ട് പിന്ന് ചെയ്ത് വെക്കാം. ഇനി സ്കൂളിലോട്ട് പോകുന്നതായതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം, മുടി പിന്നണം. മുടി പിന്നിയ ശേഷം ഫ്രണ്ടിലുള്ള ഈ ഹെയർ നമുക്ക് രണ്ട് പാർട്ടീഷനായിട്ട്, ഒന്നിൽ കുറച്ചേ കാണുള്ളൂ, ഒന്നിൽ കൂടുതൽ കാണും. ആ കുറച്ചുള്ളത് നമുക്ക് നേരെ ചെവിയുടെ പുറകിലോട്ടങ്ങ് കയറ്റി വെക്കണം. മുമ്പിലോട്ടിടാൻ പറ്റും. ബാക്കിയുള്ളത് ചീവി പിടിച്ച് ഇങ്ങനെ ചുരുട്ടി ഒന്ന് ജസ്റ്റ് സെക്യൂരിറ്റി ചെയ്ത് ബാക്കിലോട്ട് പിന്നി ഊട്ടി വെച്ചാൽ മാത്രം മതി കേട്ടോ. അല്ലെങ്കിൽ പശു നക്കി വെച്ച് കൊടുക്കണം. എനിക്ക് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, എന്തുവന്നല്ലേ വേറൊന്നല്ലേ ഇങ്ങനെ ഫ്രണ്ടിലോട്ട് മുടിയിടാനായിട്ട്. പക്ഷേ അത് വഴക്ക് പറയാം, കാരണം കയറ്റി വെച്ചു. നമുക്ക് ഫേസ് അറിയാം. ഫേസിൽ പേര് പോലും അറിയാത്തൊരു പൗഡറാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ വേറൊന്നുമല്ലേ ഗേസ്, എനിക്ക് സൺസ്ക്രീൻ ഒന്നും പറ്റില്ല ഗേസ്, കാരണം പൊള്ളിപ്പോകും. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ പേരത്തെ പൗഡർ. അതിനുശേഷം പൗഡറൊക്കെ നന്നായിട്ട് ഓക്കെ ആക്കി. അതിനുശേഷം ഞാൻ ഇടുന്നത് ഡാസ്നെയിലിൻ്റെ അഴിയനാണ്. എനിക്ക് പൊതുവേ ഇഷ്ടം ഡാസ്നെയിലിൻ്റെ എല്ലാ സാധനങ്ങളുമാണ്. അപ്പോൾ നമ്മൾ ഡാസ്നെയിലിൻ്റെ ഐലൈനർ, അതിൻ്റെ തന്നെ ലിപ്സ്റ്റിക് ഉണ്ടായത് ഇപ്പില്ല, അത് തീർന്നുപോയി. അപ്പോൾ ഡാസ്നെയിലിൻ്റെ ഐലൈനർ കുറച്ച് രീതിയിൽ നമ്മൾ ഇട്ടു. ആദ്യം ഒരു പൊട്ട് തൊട്ടായിരുന്നു, പക്ഷെ അത് വലുതായി പോയത് കാരണം ഞാനത് കുറച്ച് കുത്തിട്ട് വേർപെട്ട് കൊടുത്തു. അതിനുശേഷം നമ്മളത് കാജലിൽ കണ്ണാശി ഇടുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഒരു ലിപ്സ്റ്റിക്കും കൂടെ തേക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ.